7/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നത്. നിങ്ങൾ നഷ്ടത്തിൽ നിന്നും നേട്ടത്തിലേക്ക് വരുന്നു, വിശ്വത്തിൻ്റെ അധികാരി ആകുന്നു. ചോദ്യം: സത്യത്തിൻ്റെ സംഘം അക്കരെ എത്തിക്കും, കുസംഗം മുക്കി താഴ്ത്തും. ഇതിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: എപ്പോഴാണോ കുട്ടികളായ നിങ്ങൾക്ക് സത്യത്തിൻ്റെ സംഘം, അതായത് ബാബയുടെ കൂട്ട് ലഭിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാകുന്നു. രാവണൻ്റെ കൂട്ട് കുസംഗമാണ്. അതിൻ്റെ സംഘത്തിലൂടെ നിങ്ങൾ താഴെ വീഴുന്നു, അതായത് രാവണൻ നിങ്ങളെ മുക്കിത്താഴ്ത്തുന്നു. ബാബ അക്കരെ കൊണ്ടുപോകുന്നു. ബാബയുടേതും അതിശയമാണ്. ആ ഒന്ന് സെക്കൻഡിൽ ഇങ്ങനെയുള്ള കൂട്ട് നൽകുന്നു. അതിലൂടെ നിങ്ങളുടെ ഗതിയും സദ്ഗതിയും ഉണ്ടാകുന്നു. അതിനാൽ ആ ഒന്നിനെ മാന്ത്രികൻ എന്നും പറയുന്നു. ഓം ശാന്തി. കുട്ടികൾ ഓർമ്മയിൽ ഇരിക്കുകയായിരുന്നു. ഇതിനെ പറയുന്നത് ഓർമ്മയുടെ യാത്ര എന്നാണ്. ബാബ പറയുന്നു, യോഗം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് ആത്മാക്കളുടെ പിതാവാണ്. പരംപിതാവും പതീത പാവനുമാണ്. ആ പതീത പാവനെ തന്നെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കൂ. താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു എന്ന് പറയാറുണ്ടല്ലോ. ദേഹസഹിതം ദേഹത്തിൻ്റെ ഏതെല്ലാം സംബന്ധങ്ങളും മറ്റും കാണപ്പെടുന്നുവോ അവരെ ഓർമ്മിക്കാതിരിക്കൂ. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം കത്തിപ്പോകും. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിലെ പാപാത്മാക്കളാണല്ലോ. ഇതുതന്നെ പാപാത്മാക്കളുടെ ലോകമാണ്. സത്യയുഗമാണ് പുണ്യ ആത്മാക്കളുടെ ലോകം. ഇപ്പോൾ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി പുണ്യം എങ്ങനെ ശേഖരിക്കപ്പെടും? ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ശേഖരിക്കപ്പെടുക. ആത്മാവിലാണല്ലോ മനസ്സും ബുദ്ധിയുമുള്ളത്. അപ്പോൾ ആത്മാവ് ബുദ്ധി കൊണ്ട് ഓർമ്മിക്കണം. ബാബ പറയുന്നു, നിങ്ങളുടെ ഏതെല്ലാം മിത്രസംബന്ധികളുണ്ടോ അവരെ എല്ലാവരെയും മറന്നേക്കൂ. അവരെല്ലാം അന്യോന്യം ദുഃഖം നൽകുന്നു. ഒന്നാമതായി ചെയ്യുന്ന പാപമാണ് കാമകഠാര പ്രയോഗിക്കുന്നത്. രണ്ടാമത്തെ പാപം പിന്നെ എന്താണ് ചെയ്യുന്നത്? ആരാണോ സർവരുടെയും സദ്ഗതി ദാതാവായ പിതാവ് കുട്ടികൾക്ക് പരിധിയില്ലാത്ത സുഖം നൽകുന്നത്, അതായത് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നത്, ആ ഒന്നിനെ സർവവ്യാപി എന്ന് പറയുന്നു. ഇത് പാഠശാലയാണ്. നിങ്ങൾ ഇത് പഠിക്കാൻ വന്നിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണ്. മറ്റാർക്കും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരി ആകേണ്ടതുണ്ട്. നമ്മൾ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്. പൂർണ്ണമായും 5000 വർഷമായി ദേവീ ദേവതമാർ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. എത്ര ഉയർന്ന പദവിയാണ്! തീർച്ചയായും ഇത് ബാബ തന്നെയാണ് ആക്കുന്നത്. ബാബയെ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം ശിവൻ എന്നാകുന്നു. പിന്നെ വളരെയധികം നാമങ്ങൾ വെച്ചിരിക്കുകയാണ്. ഏതുപോലെ ബോംബെയിൽ ബബിൾനാഥിൻ്റെ ക്ഷേത്രമുണ്ട്. അതിനർത്ഥം മുള്ളുകളുടെ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കുന്നവൻ എന്നാണ്. അല്ലാത്ത പക്ഷം ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം ഒരേ ഒരു ശിവൻ ആകുന്നു. ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു എങ്കിലും നാമം ശിവൻ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ബ്രഹ്മാവിനെ ഓർമ്മിക്കേണ്ടതില്ല. ഇദ്ദേഹം ദേഹധാരിയാണ്. നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് വിദേഹിയെയാണ്. നിങ്ങളുടെ ആത്മാവ് പതീതമായിരിക്കുന്നു. അതിനെ പാവനമാക്കേണ്ടതുണ്ട്. മഹാൻ ആത്മാവ് പാപാത്മാവ് എന്ന് പറയുകയും ചെയ്യുന്നു. മഹാൻ പരമാത്മാവ് എന്ന് പറയാറില്ല. സ്വയം പരമാത്മാവെന്നോ ഈശ്വരനെന്നോ ആർക്കും പറയാൻ സാധിക്കില്ല. മഹാത്മാവ് പവിത്ര ആത്മാവ് എന്ന് പറയുകയും ചെയ്യുന്നു. സന്യാസിമാർ സന്യാസം ചെയ്യുന്നു. അതിനാൽ പവിത്ര ആത്മാവാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്.
അവരുമെല്ലാം പുനർജന്മം എടുക്കുന്നു. ദേഹധാരികൾക്ക് പുനർജന്മം തീർച്ചയായും എടുക്കേണ്ടി വരും. വികാരത്തിലൂടെ ജന്മമെടുത്ത് പിന്നെ എപ്പോഴാണോ വളർന്ന് യുവാവാകുന്നത് അപ്പോൾ സന്യാസം സ്വീകരിക്കുന്നു. ദേവതമാർ ഇങ്ങനെ ചെയ്യുന്നില്ല. അവരാണെങ്കിൽ എവർ പവിത്രമാണ്. ബാബ ഇപ്പോൾ നിങ്ങളെ ആസുരീയത്തിൽ നിന്നും ദൈവീകമാക്കുന്നു. ദൈവിക ഗുണം ധാരണ ചെയ്യുന്നതിലൂടെ ദേവതാ സമ്പ്രദായം ആയി മാറും. ദേവതാ സമ്പ്രദായം ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. ആസുരീയ സമ്പ്രദായം ഉണ്ടായിരിക്കുന്നത് കലിയുഗത്തിലാണ്. ഇപ്പോൾ സംഗമയുഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയെ ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ദേവതാ സമ്പ്രദായം തീർച്ചയായും ആകേണ്ടതുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ദേവതാ സമ്പ്രദായം ആകുവാനാണ്. ദേവതാ സമ്പ്രദായത്തിലുള്ളവർക്ക് അളവറ്റ സുഖമുണ്ട്. ഈ ലോകത്തെ ഹിംസാത്മകം എന്ന് പറയുന്നു. ദേവതമാർ അഹിംസകരാണ്. ബാബ പറയുന്നു, മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ഗുരുക്കന്മാരാരാണോ അവരുമെല്ലാം ദേഹധാരികളാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് പിതാവായ പരമാത്മാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. സുഖം ലഭിക്കുന്നത് നിങ്ങൾ പുണ്യ ആത്മാവാകുമ്പോഴാണ്. 84 ജന്മങ്ങൾക്ക് ശേഷം തന്നെയാണ് നിങ്ങൾ പാപാത്മാവായി മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ പുണ്യം ശേഖരിക്കുന്നു. യോഗബലത്തിലൂടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. ഈ ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്. നിങ്ങൾ സത്യമായും വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ. അവർ പിന്നെ എവിടെ പോയി? ഇതും ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു. സൂര്യവംശിയും ചന്ദ്രവംശിയുമായി. ഭക്തിയുടെ ഫലം ഭഗവാൻ നൽകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഭഗവാൻ എന്ന് ഏതെങ്കിലും ദേഹധാരിയെ പറയുകയില്ല. അത് നിരാകാരനായ ശിവൻ തന്നെയാണ്. ആ ഒന്നിൻ്റെ ശിവരാത്രി ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും വരുന്നുവല്ലോ. എന്നാൽ പറയുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ജന്മമെടുക്കുന്നില്ല. എനിക്ക് ശരീരത്തിൻ്റെ ലോൺ എടുക്കേണ്ടി വരുന്നു. എനിക്ക് സ്വന്തം ശരീരമില്ല. അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പേരുണ്ടായിരുന്നേനെ. ബ്രഹ്മാവ് എന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാമമാണ്. ഇദ്ദേഹം സന്യസിച്ചു. അപ്പോൾ ബ്രഹ്മാവ് എന്ന പേര് വെച്ചു. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അല്ലാത്ത പക്ഷം ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബ്രഹ്മാവ് ശിവന്റെ പുത്രനാണ്. ശിവബാബ തൻ്റെ സന്താനമായ ബ്രഹ്മാവിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കരും ഈ ഒന്നിൻ്റെ കുട്ടികളാണ്. നിരാകാരനായ പിതാവിൻ്റെ എല്ലാ കുട്ടികളും നിരാകാരമാണ്. ആത്മാക്കൾ ഇവിടെ വന്ന് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. ബാബു പറയുന്നു, ഞാൻ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. ഞാൻ ഈ ശരീരത്തിൻ്റെ ലോൺ എടുക്കുന്നു. ശിവഭഗവാൻ ഉവാച ആണല്ലോ. ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഭഗവാൻ ഒന്ന് തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ മഹിമയെ വേറെയാണ്. ആദ്യ നമ്പറിലെ ദേവതയാണ് രാധയും കൃഷ്ണനും. അവർ സ്വയംവരത്തിനു ശേഷം പിന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നു. എന്നാൽ ഇത് ആരും അറിയുന്നില്ല. രാധാകൃഷ്ണനെക്കുറിച്ച് ആർക്കും അറിയുകയില്ല. അവർ പിന്നെ എവിടെ പോകുന്നു? രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നത്. രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം മഹാരാജാക്കന്മാരുടെ സന്താനങ്ങളാണ്. അവിടെ അപവിത്രതയുടെ പേരേയില്ല. കാരണം 5 വികാരങ്ങളാകുന്ന രാവണനേ ഇല്ല. രാമരാജ്യം തന്നെയാണ്. ഇപ്പോൾ ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങൾ സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. നഷ്ടമുണ്ടായിരിക്കുകയാണ്. വീണ്ടും ശേഖരിക്കണം. ഭഗവാനെ വ്യാപാരി എന്നും പറയുന്നു. വിരളം പേർ മാത്രമേ ആ ഒന്നുമായി വ്യാപാരം ചെയ്യുകയുള്ളൂ. മാന്ത്രികൻ എന്നും ആ ഒന്നിനെ പറയുന്നു. അതിശയം ചെയ്യുന്നു. മുഴുവൻ ലോകത്തിൻ്റെയും സദ്ഗതി ചെയ്യുന്നു. സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു.
ഇന്ദ്രജാലത്തിൻ്റെ കളിയാണല്ലോ. മനുഷ്യർക്ക് നൽകാൻ സാധിക്കില്ല. നിങ്ങൾ 63 ജന്മം ഭക്തി ചെയ്തു വന്നു. ഈ ഭക്തിയിലൂടെ ആരെങ്കിലും സദ്ഗതി നേടിയോ? സദ്ഗതി നൽകാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുക സാധ്യമല്ല. ഒരാൾക്ക് പോലും തിരികെ പോകുവാൻ സാധിക്കുന്നില്ല. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് വന്ന് സർവരെയും തിരികെ കൊണ്ടുപോകുന്നത്. കലിയുഗത്തിൽ അനേകം രാജാക്കന്മാരുണ്ട്. അവിടെ നിങ്ങൾ കുറച്ചു പേർ രാജ്യം ഭരിക്കുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിയിൽ പോകുന്നു. നിങ്ങൾ ജീവൻ മുക്തിയിലേക്ക് പോകുന്നു വയ മുക്തിധാമം. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് ദർശനമുണ്ടായി. ഈ സൃഷ്ടിചക്രത്തിൻ്റെയും രചയിതാവിൻ്റെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെയും നിങ്ങൾ തന്നെയാണ് ഈ ജ്ഞാനത്തിലൂടെ നരനിൽ നിന്നും നാരായണനാകുന്നത്. ദേവതമാരുടെ രാജധാനി സ്ഥാപനമായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. ഭക്തർക്ക് ഭഗവാൻ പകുതി കൽപ്പത്തെ സുഖത്തിൻ്റെ ഫലം നൽകി. പിന്നെ രാവണ രാജ്യത്തിൽ ദുഃഖം ആരംഭിക്കുന്നു. പതുക്കെ പതുക്കെ പടികൾ ഇറങ്ങുന്നു. നിങ്ങൾ സത്യയുഗത്തിലാണെങ്കിൽ പോലും ഒരു ദിവസം കടന്നു പോകുമ്പോൾ പടി ഇറങ്ങേണ്ടി വരുന്നു. നിങ്ങൾ 16 കല സമ്പൂർണമാകുന്നു. പിന്നെ പടികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സെക്കൻഡ് ബൈ സെക്കൻഡ് നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. താഴെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സമയം കടന്നു പോയി ഈ സ്ഥാനത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. അവിടെയും ഇങ്ങനെ തന്നെ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പടികൾ കയറുന്നത് പൂർണ്ണമായും പെട്ടെന്നാണ്. പിന്നെ പടികൾ ഇറങ്ങുന്നത് പേനിനെ പോലെയാണ്, അതായത് പതുക്കെയാണ്. ബാബ പറയുന്നു, ഞാൻ സർവരുടെയും സദ്ഗതി ചെയ്യുന്നവനാണ്. മനുഷ്യൻ്റെ സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. കാരണം അവർ വികാരത്തിലൂടെ ജനിക്കുന്നു, പതിതവുമാണ്. വാസ്തവത്തിൽ ശ്രീകൃഷ്ണനെ തന്നെയാണ് സത്യമായ മഹാത്മാവ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഈ മഹാത്മാക്കളാണെങ്കിൽ ഏതായാലും വികാരത്തിലൂടെ ജന്മമെടുത്ത് പിന്നെ സന്യസിക്കുന്നു. മറ്റവരാണെങ്കിൽ ദേവതമാരാണ്. ദേവതമാർ സദാ പവിത്രമാണ്. അവരിൽ ഏതെങ്കിലും വികാരം ഉണ്ടായിരിക്കുന്നില്ല. അതിനെ പറയുന്നത് തന്നെ നിർവികാരി ലോകം എന്നാണ്. ഇതിനെ പറയുന്നത് വികാരി ലോകം എന്നാണ്. നോ പ്യൂരിറ്റി. പെരുമാറ്റം എത്ര മോശമായതാണ്. ദേവതമാരുടെ പെരുമാറ്റമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരും അവരെ നമസ്കരിക്കുന്നു. അവരുടെ ക്യാരക്ടേഴ്സ് നല്ലതാണ്. അതിനാലാണ് അപവിത്ര മനുഷ്യർ ആ പവിത്ര ദേവതമാരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നത്. ഇപ്പോൾ അടിയും വഴക്കും തുടങ്ങി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കോലാഹലമാണ്. ഇപ്പോഴാണെങ്കിൽ വസിക്കുവാനും സ്ഥലം പോലുമില്ല. മനുഷ്യർ കുറയണം എന്നാഗ്രഹിക്കുന്നു. എന്നാൽ ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. സത്യയുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ഇത്രയും എല്ലാ ശരീരങ്ങളുടെയും ഹോളിക ഉണ്ടാകുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും തൻ്റെ സ്വീറ്റ് ഹോമിലേക്ക് പോകുന്നു. ശിക്ഷകൾ തീർച്ചയായും നമ്പർ വൈസായി അനുഭവിക്കുന്നു. ആരാണോ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് വിജയമാലയിലെ മുത്താകുന്നത് അവർ ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നു. മാല ഒന്നിൻ്റേതല്ല. ആരാണോ ഇങ്ങനെ ആക്കിയത് അതാണ് പുഷ്പം. പിന്നെയുള്ളത് മേരു, പ്രവൃത്തി മാർഗമാണല്ലോ. അപ്പോൾ ജോഡിയുടെ മാലയാണ്. സിംഗിളിൻ്റെ മാല ഉണ്ടാകുന്നില്ല. സന്യാസിമാരുടെ മാല ഉണ്ടാകുന്നില്ല. അത് നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവർക്ക് പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് ജ്ഞാനം നൽകാൻ സാധിക്കില്ല. പവിത്രമാകുന്നതിന് വേണ്ടി അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. അവർ ഹഠയോഗിയാണ്. ഇത് രാജയോഗമാണ്. രാജപദം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ബാബ നിങ്ങളെ ഈ രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം ഭരിക്കുന്നു സുഖത്തിൽ. പിന്നെ രാവണ രാജ്യത്തിൽ പതുക്കെ പതുക്കെ നിങ്ങൾ ദുഃഖിതരാകുന്നു. ഇതിന് പറയുന്നത് സുഖദുഃഖത്തിൻ്റെ കളി എന്നാണ്. പാണ്ഡവരായ നിങ്ങൾക്ക് ജയം നേടിത്തരുന്നു. ഇപ്പോൾ നിങ്ങൾ വഴികാട്ടികളാണ്.
വീട്ടിലേക്ക് പോകുന്നതിൻ്റെ യാത്ര ചെയ്യിക്കുന്നു. മറ്റ് യാത്രകളാണെങ്കിൽ മനുഷ്യർ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നു. ഇപ്പോൾ നിങ്ങളുടെ യാത്ര വീട്ടിലേക്ക് പോകുന്നതിൻ്റേതാണ്. ബാബ വന്ന് സർവർക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരുന്നു. നിങ്ങൾ ജീവൻ മുക്തിയിലായിരിക്കും, ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകും. നിലവിളികൾക്കു ശേഷം പിന്നെ ജയ ജയ ഘോഷമുണ്ടാകുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. ആപത്തുകൾ വളരെയധികം വരാൻ പോകുന്നു. പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കാൻ സാധിക്കില്ല. കാരണം കോലാഹലങ്ങൾ വളരെയധികം ഉണ്ടാകും. അതിനാൽ ബാബ പറയുന്നു, ഇപ്പോൾ ഓർമ്മയുടെ യാത്ര വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. അപ്പോൾ പാപം ഭസ്മമാകട്ടെ, പിന്നെ ശേഖരിക്കുകയും ചെയ്യൂ. സദോപ്രധാനമാകൂ. ബാബ പറയുന്നു, ഞാൻ ഓരോ കൽപ്പത്തിൻ്റെയും പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്നു. ഇത് വളരെ ചെറിയൊരു ബ്രാഹ്മണരുടെ യുഗമാണ്. ബ്രാഹ്മണരുടെ അടയാളം കുടുംബയാണ്. ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മണരുടേത് വളരെ ചെറിയ കുലമാണ്. ഈ ചെറിയൊരു യുഗത്തിൽ ബാബ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികളുമാണ്, സ്റ്റുഡൻറ്റുമാണ്, ഫോളോവേഴ്സുമാണ്. ഒന്നിൻ്റേത് തന്നെയാണ്. പിതാവായിരിക്കുകയും ശിക്ഷണം നൽകുന്ന ടീച്ചറായിരിക്കുകയും സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുകയും പിന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. സത്യയുഗത്തിലും ആദ്യമാദ്യം വളരെ ചെറിയ വൃക്ഷമായിരിക്കും. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ബാബയെ പറയുന്നത് സർവരുടെയും സദ്ഗതി ദാതാവ് എന്നാണ്. ബാബയെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ. മറുവശത്ത് പിന്നെ പറയുന്നു, പരമാത്മാവ് പട്ടിയിലും പൂച്ചയിലും കല്ലിലും മൺകട്ടയിലും എല്ലാത്തിലുമുണ്ട് എന്ന്. പരിധിയില്ലാത്ത ബാബയുടെ അപകാരം ചെയ്യുന്നു. ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ, ആ ഒന്നിനെ ഡീഫെയിം ചെയ്യുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. ഇതിനെ തന്നെയാണ് രാവണൻ്റെ സംഘദോഷം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ കൂട്ട് അക്കരെ എത്തിക്കും, കുസംഗം മുക്കി താഴ്ത്തും. രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ നിങ്ങൾ വീഴാൻ തുടങ്ങുന്നു. ബാബ വന്ന് നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാക്കുന്നു. ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നു. അപ്പോൾ സർവരുടെയും നന്മയുണ്ടാകുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഇവിടെയുണ്ട്. ബാക്കി ആരെല്ലാം അവശേഷിക്കുന്നു അവർ വന്നുകൊണ്ടേയിരിക്കുന്നു. നിരാകാരി ലോകത്തിൽ നിന്നും എല്ലാ ആത്മാക്കളും വരുന്നത് വരെയും നിങ്ങൾ പരീക്ഷയിലും നമ്പർ അനുസരിച്ച് പാസ്സായിക്കൊണ്ടിരിക്കും. ഇതിനെ പറയുന്നത് ആത്മീയ കോളേജ് എന്നാണ്. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നു. രാവണ രാജ്യം വന്നപ്പോൾ പിന്നെ ശരീരം ഉപേക്ഷിച്ച് അപവിത്ര രാജാവായി. പവിത്ര ദേവതമാരുടെ മുന്നിൽ ശിരസ് നമിക്കുവാൻ തുടങ്ങി. ആത്മാവ് തന്നെയാണ് പതീതം അഥവാ പാവനം ആകുന്നത്. ആത്മാവ് പതീതമാണെങ്കിൽ ശരീരവും പതീതമായത് ലഭിക്കുന്നു. സത്യമായ സ്വർണത്തിൽ കലർപ്പ് ചേരുന്നു. അപ്പോൾ കലർപ്പുള്ള ആഭരണം ഉണ്ടാകുന്നു. ഇപ്പോൾ ആത്മാവിൽ നിന്നും കലർപ്പ് എങ്ങനെ മാറും? യോഗ അഗ്നി ആവശ്യമാണ്. അതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ആത്മാവിൽ വെള്ളിയും ചെമ്പും ഇരുമ്പും ചേർന്നിരിക്കുകയാണ്. ഇതാണ് കലർപ്പ്. ആത്മാവ് സത്യമായ സ്വർണമാണ്. ഇപ്പോൾ അസത്യമായിരിക്കുകയാണ്. ആ കലർപ്പ് എങ്ങനെ നീങ്ങും? ഇതാണ് യോഗാഗ്നി. ജ്ഞാനചിതയിൽ ഇരിക്കുകയാണ്. മുൻപ് കാമചിതയിലായിരുന്നു. ബാബ ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. ജ്ഞാനസാഗരനായ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ജ്ഞാനചിതയിൽ ഇരുത്താൻ സാധിക്കില്ല. മനുഷ്യർ ഭക്തിമാർഗത്തിൽ എത്ര പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ ആരെയും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളേവരും ദേവതയാകുമ്പോൾ പിന്നെ പൂജയുടെ കാര്യമേ ഇല്ലാതാകുന്നു. എപ്പോഴാണോ രാവണ രാജ്യം ആരംഭിക്കുന്നത്, അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക്
മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശിക്ഷകളിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടി വിജയമാലയിലെ മുത്താകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ആത്മീയ വഴികാട്ടിയായി എല്ലാവരെയും ശാന്തിധാമമാകുന്ന വീട്ടിലേക്കുള്ള യാത്ര ചെയ്യിക്കണം. ഓർമ്മയുടെ യാത്ര വർദ്ധിപ്പിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകണം. യോഗാഗ്നിയിലൂടെ ആത്മാവിനെ സത്യമായ സ്വർണമാക്കണം. സതോപ്രധാനമാകണം. വരദാനം: ഓരോ നിമിഷത്തെയും അന്തിമ നിമിഷമായി മനസ്സിലാക്കി സദാ എവർ റെഡി ആയിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. തൻ്റെ അന്തിമ നിമിഷത്തെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. അതിനാൽ ഓരോ നിമിഷത്തെയും അന്തിമ നിമിഷമായി മനസ്സിലാക്കി എവർ റെഡി ആയിരിക്കൂ. എവർ റെഡി എന്നാൽ തീവ്ര പുരുഷാർത്ഥി. ഇപ്പോഴാണെങ്കിൽ വിനാശം ഉണ്ടാകുന്നതിന് അല്പം സമയമെടുക്കും, പിന്നെ തയ്യാറായിക്കൊള്ളാം എന്ന് ചിന്തിക്കരുത്, പാടില്ല. ഓരോ നിമിഷവും അന്തിമ നിമിഷമാണ്. അതിനാൽ സദാ നിർമോഹി, നിർവികൽപം, നിർവ്യർത്ഥം. വ്യർത്ഥം പോലും പാടില്ല. അപ്പോൾ എവർ റെഡി എന്ന് പറയും. ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും തൻ്റെ സ്ഥിതി സദാ ഉപരാമം ആയിരിക്കട്ടെ. എന്തുണ്ടായാലും അത് നല്ലതായിരിക്കും. സ്ലോഗൻ: നിയമം തൻ്റെ കയ്യിലെടുക്കുന്നതും ക്രോധത്തിൻ്റെ അംശമാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം
വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ
മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.